ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 15 ശ്ലോകം 43 മുതലാണ് നമ്മളിന്ന് നോക്കുന്നത്. എല്ലാ ഭക്തർക്കും ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം. ഈ ഒരു അധ്യായം കഴിയാറായി. നമ്മളിപ്പോൾ കാണുന്നത് യുധിഷ്ഠിര മഹാരാജാവും സഹോദരങ്ങളും പാണ്ഡവരെല്ലാവരും രാജ്യം ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്, ഇനി കാണാൻ പോകുന്നത്. ശ്ലോകം നോക്കാം. 43. കേൾക്കല്ല പ്രഭു. ഓക്കെ. ചീരവാസ നിരാഹാരോ ബദ്ധവാൻ മുക്തമൂർധജഃ ദർശയൻ ആത്മനോ രൂപം ജഡോന്മത്ത പിശാചവത് അനവേക്ഷാമാണോ നിർഗാത് അശൃണ്വൻ ഭതിരോ യഥ. ശ്ലോകം വായിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക്. ഹരേ കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. ചീരവാസ നിരാഹാരോ ബദ്ധവാങ്മുക്തമൂർധജഃ ദർശയന്നാത്മനോ രൂപം ജഡോന്മത്ത പിശാചവത് അനവേക്ഷമാണോ നിരഗാദ ശൃണ്വൻ ഭതിരോ യഥാ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ഹരേ കൃഷ്ണ. അനന്തരം മഹാരാജാവ് യുധിഷ്ഠിരൻ സ്വയം ജീർണവസ്ത്രം ധരിക്കുകയും ഖരരൂപത്തിലുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഉപേക്ഷിക്കുകയും സ്വമേധയാ മൗനിയാവുകയും മുടി കെട്ടാതെ അഴിച്ചിടുകയും ചെയ്തു. ഇവയെല്ലാം അദ്ദേഹത്തെ ഒരു അനാഥനെ പോലെയോ അല്ലെങ്കിൽ യാതൊരു ജോലിയുമില്ലാത്ത ഭ്രാന്തനെ പോലെയോ കാണപ്പെടാൻ ഇടയാക്കി. അദ്ദേഹം ഒന്നിനും തന്റെ സഹോദരങ്ങളെ ആശ്രയിച്ചില്ല. മാത്രമല്ല ഒരു ബധിരനെ പോലെ ഒന്നും ശ്രവിച്ചതുമില്ല. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. അപ്രകാരം എല്ലാവിധ ബാഹ്യ വിഷയങ്ങളിൽ നിന്നും സ്വതന്ത്രനായ അദ്ദേഹത്തിന് രാജകീയ ജീവിതവുമായോ കുലമഹിമയുമായോ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഫലത്തിൽ അദ്ദേഹം സ്വയം ജഡനും ഉന്മത്തനുമായ ഒരു അനാഥനെ പോലെ ഭാവിച്ചു. മാത്രമല്ല ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് യാതൊന്നു തന്നെ ഉരിയാടിയതുമില്ല. തന്നെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ സഹോദരന്മാരെയും അദ്ദേഹം ആശ്രയിച്ചിരുന്നില്ല. എല്ലാറ്റിൽ നിന്നും പരിപൂർണ സ്വതന്ത്രനായ ഈ അവസ്ഥയെ പരിശുദ്ധമായ നിർഭയാവസ്ഥയെന്നും വിശേഷിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അദ്ദേഹം എല്ലാം മഹാരാജാവായിരുന്നു, ചക്രവർത്തി സാമ്രാട്ടായിരുന്നു, ലോകം മുഴുവനും ഭരിക്കുന്ന രാജാവാണ് യുധിഷ്ഠിര മഹാരാജാവ്. എന്നാൽ അതെല്ലാം അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ രാജകീയമായിട്ടുള്ള വസ്ത്രം അദ്ദേഹം ഉപേക്ഷിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ധരിക്കുന്നതോ കീറിയിട്ടുള്ള വസ്ത്രം ധരിച്ച്, അതേപോലെ ഭക്ഷണം കഴിക്കുന്നത്, അതായത് സോളിഡായിട്ടുള്ള ഭക്ഷണം കഴിക്കലേ നിർത്തി അദ്ദേഹം. അതായത് സോളിഡായിട്ടുള്ള നമ്മൾ കഴിക്കുന്ന ചോറും മറ്റുള്ള ആഹാരങ്ങളുമെല്ലാം അങ്ങനെയുള്ളതെല്ലാം അദ്ദേഹം നിർത്തുന്നു. പിന്നെ മാത്രമല്ല ഇവിടെ പറയുന്നു സംസാരം, അതായത് ആവശ്യമില്ലാത്ത സംസാരം നിർത്തി. ബദ്ധവാക്ക്, അതായത് അക്ഷരം മിണ്ടാതെ ആളുകളോട്. അതേപോലെ തന്നെ മുടിയെല്ലാം അഴിച്ചിട്ടു. പുള്ളി ഈ ഒരു അദ്ദേഹത്തിന് വന്നിട്ടുള്ള രൂപമാറ്റം, അല്ലെങ്കിൽ രൂപത്തിൽ വന്നിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ വന്നിട്ടുള്ള മാറ്റം, അത് വിരക്തിയെ സൂചിപ്പിക്കുന്നു, വൈരാഗ്യത്തെ സൂചിപ്പിക്കുന്നു. അതായത് രാജ്യം മുഴുവനും ഉപേക്ഷിച്ച് ഇനി ഭഗവത് സേവനങ്ങൾക്ക് പൂർണ്ണമായിട്ടും, അദ്ദേഹം ഭരിക്കുന്ന കാലത്തും ഭഗവാന്റെ സേവനങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ വാനപ്രസ്ഥം എന്ന് പറയുന്ന ആ ഒരു സമയമായി യുധിഷ്ഠിര മഹാരാജാവിന്, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വാനപ്രസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അറ്റാച്ച്മെൻറ്റ്സും, എല്ലാ ബാധ്യതകളും മാറ്റിവെച്ച് പൂർണ്ണമായിട്ടും ഭഗവത് സേവനങ്ങളിലേക്ക് ഇറങ്ങുന്നൊരു ഒരു സമയമാണ്. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെ ആ ഒരു
സമയമായി അദ്ദേഹത്തിന്. അപ്പോൾ ഇവിടെ പറയുന്നു, കാണുമ്പോൾ ഒരു ഭ്രാന്തനെ പോലെ ഒക്കെ തോന്നുമായിരിക്കും, എന്നാൽ അദ്ദേഹത്തിൻ്റെ വിരക്തിയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെപ്പോലും ഒന്നിനും അദ്ദേഹം ആശ്രയിച്ചിരുന്നില്ല. അങ്ങനെ മൂകനെ പോലെ, ബധിരനെ പോലെ, അതായത് സംസാരിക്കാത്ത ആളുകൾ, ചെവി കേൾക്കാത്ത ആളുകളെ പോലെ, അങ്ങനെയുള്ള ഒരു ഭാവത്തിലായി മാറി അദ്ദേഹം. എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരു ഭാവമാണ്. ശീല പ്രഭുപാദ് അതാണ് പറയുന്നത്. ഭൗതിക തലത്തിലുള്ള എല്ലാ അറ്റാച്ച്മെൻറ്റ്സും, എല്ലാ ആസക്തികളിൽ നിന്നും അദ്ദേഹം പുറത്തു വന്നു, എല്ലാം ഉപേക്ഷിക്കുന്നു അദ്ദേഹം. എന്തിനു പറയണം, സംസാരിക്കുന്നതും കേൾക്കുന്നത് പോലും അദ്ദേഹം കുറച്ചു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു. അതിൻ്റെ അർത്ഥം ഒന്നും പറയുന്നില്ല, ഭഗവത് ചിന്തകൾ മാത്രമായിട്ട് അദ്ദേഹം ഉള്ള അവസ്ഥയാണ്. അടുത്ത ശ്ലോകം കൂടെ നോക്കാം നമുക്ക്. 44. ഉദീചിം പ്രവിവേശാശാം ഗതപൂർവാം മഹാത്മഭിഃ ഹൃദി ബ്രഹ്മ പരം ധ്യായൻ ന വർത്തേത യതോ ഗതഃ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഉദീചീം പ്രവിവേശാസാം ഗതപൂർവാ മഹാത്മഭീഃ ഹൃദി ബ്രഹ്മ പരം ധ്യായൻ ന വർത്തേത യതോ ഗതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. അനന്തരം അദ്ദേഹം തന്റെ പൂർവികന്മാരും മഹാന്മാരും സ്വീകരിച്ച പാത സ്വീകരിച്ച് പരമദിവ്യോത്തമ പുരുഷന്റെ ചിന്തയിൽ പൂർണ്ണമായും സ്വയം സമർപ്പിതനാകാൻ പ്രതിജ്ഞാർപ്പിതനായി ഉത്തരദിശയിലേക്ക് യാത്രയാരംഭിച്ചു. മാത്രവുമല്ല, അദ്ദേഹം എവിടെ പോയാലും അവിടെയൊക്കെ അങ്ങനെ ജീവിച്ചു പോന്നു. ഭാവാർത്ഥം. മഹാരാജാവ് യുധിഷ്ഠിരൻ അദ്ദേഹത്തിന്റെ പൂർവികന്മാരുടെ പാത പിന്തുടർന്നുവെന്നും ഭഗവാന്റെ മഹാഭക്തനായിരുന്നുവെന്നും ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കാം. ലോകത്തിലെ മുഴുവൻ ജനങ്ങളും, വിശേഷിച്ചും ആര്യവർത്തയിലെ നിവാസികൾ കർശനമായി അനുവർത്തിച്ചിരുന്നതും നാം മുമ്പ് നിരവധി തവണ വിവരിച്ചതുമായ വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥിതി ഒരു നിശ്ചിത ജീവിതഘട്ടത്തിൽ എല്ലാ കുടുംബ ബന്ധങ്ങളും ഉപേക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുന്നു. അത്തരത്തിലുള്ള അഥവാ അതിനുതകുന്ന വിദ്യാഭ്യാസവും പരിശീലനവുമാണ് പകർന്നു നൽകിയിരുന്നത്. ആകയാൽ മഹാരാജാവ് യുധിഷ്ഠിരനെ പോലുള്ള ആദരണീയനായ വ്യക്തിക്ക് ആത്മസാക്ഷാത്കാരത്തിനും ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുവാനും എല്ലാ കുടുംബ ബന്ധങ്ങളും ഉപേക്ഷിക്കേണ്ടതായി വന്നു. മാനവ ജീവിതത്തിന്റെ പരിപൂർണതയുടെ സാക്ഷാത്കാര താല്പര്യങ്ങൾക്ക് വിരുദ്ധവും ആത്മഹത്യ പരവുമാണെന്ന് കരുതപ്പെടുകയും ചെയ്യുന്നതിനാൽ ഒരു രാജാവും ബഹുമാന്യനായ ഒരു വ്യക്തിയും മരണം വരെ ഗാർഹിക ജീവിതം തുടരുവാൻ ആഗ്രഹിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അത് ആത്മഹത്യാപരവും ജീവിതത്തിന്റെ പരിപൂർണതയുടെ താല്പര്യത്തിന് വിരുദ്ധവുമാണ്. എല്ലാവിധ കുടുംബ പ്രതിബന്ധങ്ങളിൽ നിന്നും സ്വതന്ത്രമാകാനും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ സ്വയം പൂർണ്ണമായും പ്രതിജ്ഞാർപ്പിതനാകുവാനുമായി ഏവർക്കും ഈ സമ്പ്രദായം സദാ ശുപാർശ ചെയ്തിരിക്കുന്നു. എന്തെന്നാൽ ഇത് ആധികാരികതയുടെ പാതയാകുന്നു. ഒരുവൻ നിശ്ചയമായും കുറഞ്ഞ പക്ഷം ജീവിതത്തിലെങ്കിലും ഭഗവാന്റെ ഭക്തനായി തീരണമെന്ന് ഭഗവത്ഗീത 18:62 ഭഗവാൻ ഉദ്ബോധിപ്പിക്കുന്നു. മഹാരാജാവ് യുധിഷ്ഠിരനെ പോലൊരു പരിശുദ്ധ ആത്മാവ് ഈ ഭഗവത് നിർദ്ദേശം സ്വതാല്പര്യാർത്ഥം നിശ്ചയമായും അനുവർത്തിക്കണം. ബ്രഹ്മ, പരം എന്നീ സവിശേഷ പദങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ സൂചിപ്പിക്കുന്നു. അസിതൻ, ദേവലൻ, നാരദൻ, വ്യാസൻ എന്നീ മഹാപ്രമാണികന്മാരുടെ പരാമർശങ്ങളെ ആധാരമാക്കി അർജുനൻ ഈ വസ്തുത ഭഗവത്ഗീതയിൽ സമർത്ഥിച്ചിരിക്കുന്നു. ആകയാൽ മഹാരാജാവ് യുധിഷ്ഠിരൻ തന്റെ പൂർവികന്മാരുടെയും എക്കാലത്തും ഭഗവാന്റെ മഹാഭക്തന്മാരായിരുന്നവരുടെയും പാത പിന്തുടരാനായി ഭവനം ഉപേക്ഷിച്ച് യാത്രയാകുന്ന സമയത്ത് ഹൃദയസ്ഥനായ ശ്രീകൃഷ്ണ ഭഗവാനെ നിരന്തരം സ്മരിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. അങ്ങനെ യുധിഷ്ഠിര രാജാവ് രാജ്യം ഉപേക്ഷിച്ച് അദ്ദേഹം ദക്ഷിണ ദിശയിലേക്ക്, ദക്ഷിണമല്ല ഉത്തര, നോർത്ത്, അദ്ദേഹം അതായത് പോകുന്നു, കാട്ടിലേക്ക് പോകുന്നു എന്ന് പറയുന്ന പോലെ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നു. അദ്ദേഹത്തിൻ്റെ പൂർവികന്മാർ ചെയ്തതുപോലെ തന്നെ അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് യുധിഷ്ഠിര രാജാവും ഒരു സമയമായപ്പോൾ വർണ്ണാശ്രമധർമ്മം അനുസരിച്ച് പ്രഭുപാദ് പറയുന്ന പോലെ വാനപ്രസ്ഥം എന്ന് പറഞ്ഞ സമയം വരുന്നു. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ വനത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. അതായത് എല്ലാം ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ച് എല്ലാം ഉപേക്ഷിച്ച് പോകുന്നു. അവിടെ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതും കൂടെ നമ്മൾ ഓർക്കണം. ഭഗവത് സേവനങ്ങൾക്ക്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇനിയുള്ള സമയം ഭഗവത് ചിന്തകളിലും ഭഗവത് സ്മരണയിലും നാമജപത്തിനും
അല്ലെങ്കിൽ ധ്യാനത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ സമയം പിന്നീട് ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ബ്രഹ്മ പരം ഹൃദി ബ്രഹ്മ പരം ധ്യായൻ, അതായത് യുധിഷ്ഠിര മഹാരാജാവ് ധ്യാനിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ആരെയാണ് ധ്യാനിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ച് പോകുന്നത്? ബ്രഹ്മപരം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്നു പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ ധ്യാനിക്കാനാണ് അദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിച്ച് പോകുന്നത്. അപ്പോൾ പ്രഭുപാദി ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, വർണ്ണാശ്രമധർമ്മം പ്രകാരം ഒരു സമയമായി കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാവരും ഫോളോ ചെയ്യേണ്ടതാണെന്നുള്ളത്. എന്നാൽ അതായത് ഒരു ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്ന ആൾ അടുത്ത സ്റ്റെപ്പ്, അതായത് വാനപ്രസ്ഥം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വരേണ്ടതാണെന്ന് പറയുന്നു. പ്രഭുപാദ് ഇവിടെ മാത്രമല്ല ഒരുപാട് ഭാവാർത്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 50 വയസ്സ് കഴിയുമ്പോൾ, 55 വയസ്സ് കഴിയുമ്പോൾ ഏർലി റിട്ടയർമെൻ്റ് ആയിരിക്കണം, അതിനുശേഷമുള്ള സമയം മുഴുവനും ഭഗവത് സേവനങ്ങളിലേക്ക് മാറ്റിവെക്കണം എന്നുള്ളതൊക്കെ അദ്ദേഹം പല ഭാവാർത്ഥങ്ങളിലായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതെങ്ങനെ സാധിക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നോക്കി ചെയ്യേണ്ടതാണ്. ഓരോ സാഹചര്യങ്ങളായിരിക്കും ഓരോരുത്തർക്കും. വീട്ടിലിരുന്നു കൊണ്ട് ഭഗവത് സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. കാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ കാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഭഗവത് സ്മരണയ്ക്ക് വേണ്ടി, ധ്യാനിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്നാൽ ആ കാര്യം വീട്ടിലിരുന്ന് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പ്രാക്ടിക്കലി എന്താണ് സാധിക്കുന്നത് അത് ചെയ്യുക. പക്ഷേ അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രവണം, കീർത്തനം, സ്മരണം, ഈ 3 കാര്യങ്ങളിലായി നമ്മുടെ സമയം മാറ്റിവെക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ പ്രഭുപാദ് പിന്നീട് ഭഗവത്ഗീതയിലെ ശ്ലോകവും ഇവിടെ പറയുന്നു, 1862 ശ്ലോകം. അതായത് ഇവിടെ പ്രഭുപാദ് എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് അവസാനത്തെ സമയമെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അവസാന സമയങ്ങളിലും പൂർണ്ണമായിട്ടും ഭഗവത് സേവനങ്ങളിലേക്ക് മാറ്റിവെക്കണം എന്നുള്ളത്. ആക്ച്വലി അത് പറയുന്നത് ആദ്യം മുതൽ സാധിക്കാത്തവർ അറ്റ്ലീസ്റ്റ് അവസാനമെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യജന്മം പാഴായി പോവുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ പാഴായി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെ വേണ്ട രീതിയിൽ യൂസ് ചെയ്യണം. അതുകൊണ്ട് പ്രഹ്ലാദ് പറയുന്നു, കൗമാരമാചരേത് പ്രാജ്ഞു, കൗമാരപ്രായത്തിലേ ഇത് തുടങ്ങണമെന്നുള്ളത്. എന്നാൽ കൗമാരപ്രായത്തിൽ തുടങ്ങാൻ സാധിച്ചില്ല. എപ്പോഴാണ് സാധിച്ചിട്ടുള്ളത്? അന്ന് മുതൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ശാസ്ത്രങ്ങൾ പറയുന്നു അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ അവസാന സമയമെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവത് സേവനങ്ങളിലേക്ക് മാറ്റിവെക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഇനിയൊരു അവസരം കിട്ടുമോ എന്ന് നമുക്കറിയില്ല. ഒരു മനുഷ്യജന്മം കിട്ടുമോ എന്നറിയില്ല. ഇനി മനുഷ്യൻ കിട്ടിയാലും സത്സംഗം കിട്ടുമോ എന്നറിയില്ല. ഭാഗവതം പഠിക്കാനുള്ള അവസരം കിട്ടുമോ എന്നറിയില്ല. നാമം ജപിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമോ എന്നറിയില്ല. അതുകൊണ്ട് നമുക്ക് സമയമില്ല. ഇനിയുള്ള സമയം ഭഗവത് സേവനങ്ങളിലേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹം ഭരിക്കുന്ന കാലത്തും അദ്ദേഹം ഭക്തനായിരുന്നു, ഭഗവത് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു സമയത്തിപ്പോൾ അതുപോലും, അതായത് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, അദ്ദേഹം വർണ്ണാശ്രമധർമ്മപ്രകാരം ക്ഷത്രിയൻ്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്തിരുന്നു. അതായത് ലോകം മുഴുവനും ഭരിച്ചിരുന്നു. ആ ഭരിക്കുന്നതും ഭഗവത് ഭാവത്തിലാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഭഗവത് സേവനമായിട്ട് കരുതിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ലോകം മുഴുവനും ഭരിച്ചത്. എന്നിട്ട് പോലും അദ്ദേഹം ഇത് ഉപേക്ഷിക്കുന്നു. അതായത് പറയുന്നു, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓർക്കാം അല്ലെങ്കിൽ പഠിക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് പോലും നമ്മൾ ഉപേക്ഷിക്കാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത്. അതായത് യുധിഷ്ഠിര മഹാരാജാവിന് അറ്റാച്ച്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അദ്ദേഹം ശുദ്ധഭക്തനാണ്. പക്ഷേ ഒരു രാജാവിൻ്റെ സ്ഥാനത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറേ കാര്യങ്ങളുണ്ട്. അതിൽ
ശരിയാണ്, ഭഗവത് സേവനങ്ങളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും, പ്രത്യേകിച്ചും യുധിഷ്ഠിര മഹാരാജും പരീക്ഷിത് മഹാരാജാവൊക്കെ അവരൊക്കെ പരിശുദ്ധ ഭക്തരാണ്. അതുകൊണ്ട് അവർ ഉള്ള സമയത്ത് അവർ നന്നായി ഭരിച്ചു. ഈവൻ പരീക്ഷിത് മഹാരാജാവ് എന്ത് ചെയ്തു? അവസാനം ശാപം കിട്ടുന്ന സമയത്ത് ആ 7 ദിവസത്തിൽ അദ്ദേഹം എല്ലാം മാറ്റിവെച്ചു, എല്ലാം ഉപേക്ഷിച്ചു, അല്ലേ? അദ്ദേഹം വീണ്ടും അവസാനം വരെ രാജ്യത്ത് തന്നെ ഇരിക്കാമെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. അദ്ദേഹം ഇറങ്ങി, അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അതേപോലെ യുധിഷ്ഠിര മഹാരാജാവ് ചെയ്ത ആ ഒരു പാത തന്നെയാണ് പരീക്ഷിത് മഹാരാജാവും തുടർന്നത്. അപ്പോൾ ഇതാണ് നമുക്കുള്ള പാഠം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? എവിടെയാണോ നമ്മൾ, ഏത് സാഹചര്യത്തിലാണോ, എവിടെയെങ്കിലും ആവട്ടെ, പല കാരണങ്ങളാൽ നമ്മൾ എവിടെയെങ്കിലും ആയിരിക്കും. പല ഉത്തരവാദിത്തങ്ങളും ഉപേക്ഷിക്കാൻ പറ്റാത്തതും ഒരുപക്ഷെ ഉണ്ടാവില്ല എന്നുള്ളതല്ല. എന്നാലും ആ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ച് ബാക്കിയുള്ള സമയം, അല്ലെങ്കിൽ ആ സമയത്തെ ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. കാരണം ഇങ്ങനെ ഒരു അവസരം ഇനി കിട്ടുമോ എന്ന് നമുക്കറിയില്ല. അതാണ് ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ധ്യാനം അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപേക്ഷിക്കുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആർക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതേപോലെ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണെന്നുള്ളത്. ഇവിടെ പറയുന്നു ഭഗവത് സ്മരണയ്ക്ക് വേണ്ടി, ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വേറെ ഒന്നുമല്ല, വേറെ ഒരു ഉദ്ദേശവുമല്ല അദ്ദേഹത്തിന്. അപ്പോൾ അതും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്തെങ്കിലും ഉപേക്ഷിച്ച് പോകാമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഇപ്പോൾ നമ്മൾ പറയും ഞാനിത് ചെയ്യില്ല, ഞാൻ ഉപേക്ഷിക്കുന്നു. ചില ആളുകൾ പറയും ഞാൻ സംസാരിക്കില്ല, മൗനിയാണ്. മൗനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്ന ഒരു വ്യക്തിയെ, ഭഗവാനെക്കുറിച്ച് മാത്രം പറയുന്നവരെയും മൗനി എന്ന് വിളിക്കാം. മൗനം എന്ന് പറയുന്നത് ഭഗവാനെ സ്തുതിക്കുന്നത് പോലും മിണ്ടാതെ, അതുപോലും പറയാതിരിക്കുന്നവരെ മൗനി എന്ന് വിളിക്കുന്നതിന് അർത്ഥമില്ല. മൗനവ്രതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഇന്നത്തെ കാലത്ത് മൗനവ്രതം എടുക്കുന്ന ആൾക്കാർ അവർ ചെയ്യുന്നത് എന്താണ്? ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു, ഒരക്ഷരം വേണ്ടുന്നില്ല, എന്നാൽ വേണ്ട കാര്യങ്ങളും പറയുന്നില്ല. ഭഗവാനെ സ്തുതിക്കാനുള്ള അവസരമുണ്ട്, നാമം ജപിക്കാനുള്ള അവസരമുണ്ട്, നാമം ചൊല്ലാനുള്ള, കീർത്തനം ചൊല്ലാനുള്ള അവസരമുണ്ടെങ്കിൽ അവിടെ മൗനത്തിന് ആപ്ലിക്കബിൾ അല്ല. മൗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. ആവശ്യമില്ലാത്തത്, ഭഗവാനുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ മിണ്ടാതിരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ എന്തുകൊണ്ടിത് പറഞ്ഞു എന്ന് വെച്ചാൽ, രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോവുക എന്ന് പറയുന്നതിൻ്റെ പർപ്പസ് എന്തായിരിക്കണം? ഭഗവത് സ്മരണയ്ക്ക് വേണ്ടി, ധ്യാനത്തിന് വേണ്ടിയിട്ടായിരിക്കണം, അല്ലാതെ വേറെ ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കരുത് എന്നാണ് പറയുന്നത്. 45-ാമത്തെ ശ്ലോകം. സർവേ തം നിർജഗ്മുർ ഭ്രാതരാകൃത നിശ്ചയഃ കലീനാധർമ്മമിത്രേണ ദൃഷ്ട്വാ സ്പൃഷ്ടാ പ്രജാ ഭുവി. ഹരേ കൃഷ്ണ. സർവേ തം അനുർദിജഗ്മുർഭ്രാതരാ കൃതനിശ്ചയ കലിനാധർമ്മമിത്രേണ ദൃഷ്ട്വാ സ്പൃഷ്ട്വാ പ്രജാ ഭുവി. ഹരേ കൃഷ്ണ. താങ്ക് യു. വർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കട്ടെ പ്രഭുജി. ഹരേ കൃഷ്ണ. വായിക്കൂ ഭാവാർത്ഥം. ഭുവനത്തിലുടനീളം കലിയുഗം ആഗതമായി കഴിഞ്ഞെന്നും രാജ്യത്തിലെ പ്രജകൾ അധർമ്മബാധിതരായി കഴിഞ്ഞെന്നും ദർശിച്ച മഹാരാജാവ് യുധിഷ്ഠിരന്റെ അനുജന്മാർ ജ്യേഷ്ഠന്റെ പാത പിന്തുടരുവാൻ തീരുമാനിച്ചു. ഭാവാർത്ഥം. മഹാരാജാവ് യുധിഷ്ഠിരന്റെ ഇളയ സഹോദരന്മാർ മഹാനായ ചക്രവർത്തിയുടെ വിനീത അനുവർത്തികളാകയാൽ ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്തെന്നതിനെ കുറിച്ച് നേരാമണ്ണം അറിവും പരിശീലനവും സിദ്ധിച്ചവരായിരുന്നു. ആകയാൽ ശ്രീകൃഷ്ണ ഭഗവാന് ഭക്തിയുത സേവന സമർപ്പണത്തിനായി അവർ ജ്യേഷ്ഠന്റെ പാത പിന്തുടർന്നു. സനാതന ധർമ്മമനുസരിച്ച് ഒരുവൻ തന്റെ ജീവിതത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ നിശ്ചയമായും ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന് വിരമിച്ച് ആത്മസാക്ഷാത്കാരത്തിനായി സ്വയം നിയുക്തനാകണം. എന്നാൽ ഏതിൽ സ്വയം നിയുക്തനാകണം, എന്തിൽ വ്യാപൃതരാകണം എന്ന ചോദ്യത്തിന് ഉത്തരം എപ്പോഴും നേരത്തെ നിശ്ചയപ്പെട്ടിരിക്കുകയില്ല. പലപ്പോഴും വിരമിച്ച വ്യക്തികൾ ജീവിതാന്ത്യ ദിനങ്ങളിൽ തങ്ങൾ ഏതിൽ നിരതരാകണം, എങ്ങനെ നിയുക്തരാകണം എന്നതിനെ കുറിച്ച്
വിഹ്വലരാകുന്നു. ഇവിടെ പാണ്ഡവരെ പോലുള്ള പ്രാമാണികന്മാർ പ്രവൃത്തിയിലൂടെ ഒരു നിർണയം നൽകിയിരിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിയുത സേവനത്തെ ഹിതകരമായ രീതിയിൽ പുഷ്ടിപ്പെടുത്തുന്നതിൽ അവരെല്ലാം സ്വയം നിരതരായി. ശ്രീധര സ്വാമിയുടെ അഭിപ്രായമനുസരിച്ച് അനേകം വ്യക്തികൾ ധരിച്ചിരിക്കുന്നത് പോലെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം അഥവാ അഭികാമ്യ കർമ്മങ്ങൾ, ദാർശനിക വീക്ഷണങ്ങൾ, മോക്ഷം എന്നിവ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമല്ല. അവയെല്ലാം ഏറെക്കുറെ ജീവിതത്തിന്റെ നിയാമകമായ ലക്ഷ്യം എന്തെന്ന് അറിയാത്തവർ പരിശീലിക്കുന്നവയാകുന്നു. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്തെന്ന് ഭഗവത്ഗീത 18:64 ഭഗവാൻ സ്വയം മുമ്പേ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. യാതൊരുവിധ വികല്പവും കൂടാതെ അവ അനുവർത്തിക്കത്തക്ക വിധം ബുദ്ധിമാന്മാരായിരുന്നു പാണ്ഡവന്മാർ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു, യുധിഷ്ഠിര മഹാരാജാവും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും അവരെല്ലാവരും ഒരേ കാര്യമാണ് ചെയ്യുന്നത്. സഹോദരൻ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ യുധിഷ്ഠിര മഹാരാജാവ് എടുത്ത ആ ഒരു തീരുമാനം ബാക്കിയുള്ളവരും എടുക്കുന്നുണ്ട്. ഇദ്ദേഹം മാത്രമല്ല, അതാണ് അവർ തമ്മിലുള്ളൊരു യൂണിറ്റി. അതാണ് കാര്യം. യുധിഷ്ഠിര മഹാരാജാവ് എടുത്തിട്ടുള്ള തീരുമാനം ആവശ്യമായിട്ടുള്ള തീരുമാനമാണ്. സമയമായി രാജ്യമെല്ലാം ഉപേക്ഷിച്ച് അടുത്ത ജനറേഷന് അത് ഏൽപ്പിച്ച് ഇനിയുള്ള സമയം അത് ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പരോധർമ്മം ചെയ്യുവാൻ വേണ്ടി പൂർണ്ണമായിട്ടും മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവും മറ്റുള്ള എല്ലാവരും, പാണ്ഡവരെല്ലാവരും അതാണ് ചെയ്യുന്നത്. അവർ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നു, അല്ലെങ്കിൽ രാജ്യം ഉപേക്ഷിച്ച് ഇറങ്ങാൻ നോക്കുന്നു. ശിലപ്രഭാജി പറയുന്നു, ഭാവാർത്ഥത്തിൽ സനാതനധർമ്മം പ്രകാരം ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ച് ഭഗവത് സാക്ഷാത്കാരം ഉദ്ദേശം വെച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. റിട്ടയർമെൻറ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു സമയം എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളത് പ്രഭുപാദ് വീണ്ടും പറയുന്നു. പിന്നീട് പറയുന്നു, ധർമാർത്ഥ കാമ മോക്ഷ എന്നുള്ളതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം. ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്താണ്. പഞ്ചമ പുരുഷാർത്ഥം, അതായത് ഭക്തിയുത സേവനങ്ങളാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ പാണ്ഡവർ അതാണ് നമ്മളെ കാണിച്ചു തരുന്നത്. അവർ കാണിച്ചു തരുന്നു അവരുടെ ജീവിതത്തിലൂടെ. ഒരു സമയം വരെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മനോഹരമായിട്ട് അത് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് തന്നെ അവരെല്ലാവരും ചെയ്തു. എന്നാൽ ഒരു സമയമായപ്പോൾ അതും പോലും അവർ നിർത്തി. പിന്നീടുള്ളത് അവർ ശ്രവണം, കീർത്തനം, സ്മരണത്തിനായി മാറ്റിവെക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് ഓർമ്മയുണ്ടോ? നമ്മളെപ്പോഴും പറയാറുണ്ട്, കർമ്മയോഗം എന്ന് പറയുന്നത്, വർണ്ണാശ്രമധർമ്മം എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയാണ്. നമ്മൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് സേവനമായി മാറുന്നു. എന്നാൽ ഡയറക്റ്റായിട്ടുള്ള ഭക്തിയുത സേവനങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് കർമ്മയോഗവും ഭക്തിയോഗവും തമ്മിൽ വ്യത്യാസം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, കർമ്മയോഗം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളിലൂടെ നമ്മൾ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുന്നു, അല്ലേ? കർമ്മം ചെയ്യുന്നതിലൂടെ. അതെങ്ങനെയാണ്? ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ. എന്നാൽ ഭക്തിയോഗം എന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് നവവിധ ഭക്തിയാണ്. നവവിധ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രോസസ്സാണ്. ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു, ഭഗവാനെ ധ്യാനിക്കുന്നു, സ്മരിക്കുന്നു, നാമം ചൊല്ലുന്നു, കീർത്തനം ചൊല്ലുന്നു. ഇതെല്ലാം അവിടെ വേറെ കർമ്മമൊന്നുമില്ല, വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഇതെല്ലാം ഡയറക്റ്റായിട്ടുള്ള ഭക്തിയുത സേവനങ്ങളാണ്. അതാണ് ഇതും രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഇതുവരെ യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരും ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? അവരുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് അവർ ചെയ്തു. എന്നാൽ അവിടെ അതിന് ശേഷം ഒരു സമയമായപ്പോൾ അതുപോലും അവർ ഉപേക്ഷിക്കുന്നു. പിന്നീടുള്ള സമയം മുഴുവനും ശ്രവണം, കീർത്തനം, സ്മരണം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടുള്ള ആ ഭക്തിയുത സേവനങ്ങൾക്ക് സമയം മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് വ്യത്യാസം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ 70 വയസ്സ് വരെ, 75 വയസ്സ് വരെ നമ്മൾ ജോലി ചെയ്യുന്നു. അതിൽ നിന്നുള്ള വരുമാനം ഭഗവാന്റെ സേവനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ശരി, അതൊക്കെ നല്ല കാര്യമാണ്. സമയവും സാഹചര്യവും അനുസരിച്ച് ചിലപ്പോൾ അതൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഗുരുവിൻ്റെ ആജ്ഞ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും. പലവർക്കും ചില ആളുകൾക്ക് ഗുരുവിൻ്റെ ആജ്ഞ കിട്ടും, അതായത് മാക്സിമം ജോലി ചെയ്യണം,
എന്നിട്ട് അതിലെ വരുമാനം ബാക്കിയുള്ള പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കും പ്രചരണത്തിന് വേണ്ടിയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കാം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. ഗുരു എന്ന് പറയുന്നു, അത് ചെയ്യാം. എന്നാൽ ഒരു സമയമാവുമ്പോൾ നമുക്ക് എല്ലാത്തിനും അതായത് പ്രചരണം എന്ന് പറയുന്നത്, ഭഗവാനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിക്കുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം ഭാഗവതം പാരായണം ചെയ്യുന്നു, ഭാഗവതം ഡിസ്കസ് ചെയ്യുന്നു, ഇതൊക്കെ ഡയറക്റ്റ് ഡിവോഷണൽ സർവീസാണ്. ഇതൊന്നും ഇൻഡയറക്റ്റ് അല്ല. ഇതെല്ലാം ഡയറക്റ്റായിട്ടുള്ള ഭക്തിയുത സേവനങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലേക്കായിരിക്കണം പിന്നീടുള്ള ശ്രദ്ധ. കൂടുതൽ അല്ലാതെ പൈസ ഉണ്ടാക്കി അതിൽ നിന്ന് കുറച്ച് മറ്റുള്ള സേവനങ്ങൾക്ക് ഉപയോഗിക്കുക, ഒക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ അതും ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ നിർത്തേണ്ടി വരും. അതാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരും അവർ വേണ്ട സമയത്ത് വേണ്ട കാലത്ത് നല്ല രീതിയിൽ അവർ ഭരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ക്ഷേമം നോക്കിയിട്ടുണ്ട്. സമൂഹത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും അവർ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ഒരു സമയം കഴിഞ്ഞപ്പോൾ അവരതുപോലും ഉപേക്ഷിക്കുന്നു. അതാണ് പറയുന്നത്. വെറുതെ ഉപേക്ഷിച്ച് പോകുന്നതല്ല, ഉദ്ദേശവുമുണ്ട്. എന്താണ് ഉദ്ദേശം? കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലേ? കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഹൃദി ബ്രഹ്മ പരം ധ്യായൻ. ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പഞ്ചമ പുരുഷാർത്ഥം ആയിട്ടുള്ള ഭക്തിയാണ്, ഭക്തിയുത സേവനം ആണ് നമ്മുടെ ലക്ഷ്യം എന്ന് ഇവിടെ പ്രഭുപാദ് അതും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ശ്ലോകം 46. തേ സാധു കൃത സർവാർത്ഥ ജ്ഞാത്വാത്യാന്തികമാത്മനഃ മനസാ ധാരയാം ആസുർ വൈകുണ്ഠ ചരണാംബുജം. കൃഷ്ണ പ്രഭുജി, തേ സാധുകൃത സർവാർത്ഥ ജ്ഞാത്വാത്യന്തികാത്മനഃ മനസാ ധാരയാമാസുർ വൈകുണ്ഠ ചരണാംബുജം. ഹരികൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തേ സാധുകൃത സർവാർത്ഥ ജ്ഞാത്വാന്ത്യന്തികമാത്മനഃ മനസാ ധാരയാമാസുർ വൈകുണ്ഠചരണാംബുജം. ഹരേ കൃഷ്ണ പ്രഭുജി. വിവർത്തനം ഭാവാർത്ഥമാക്കിയോ ആരെങ്കിലും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ദിവ്യ. ഹരേ കൃഷ്ണ. അവരെല്ലാം ധർമാനുസൃതമായ എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച ശേഷം ഏവരുടെയും പരമലക്ഷ്യം ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളാണെന്ന് ശരിയായി തീരുമാനിക്കുകയും ചെയ്തു. ആകയാൽ അവർ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ നിർവിഘ്നം സ്മരിച്ചു. ഭാവാർത്ഥം ദിവ്യ പൂജ്യ ശ്രീ ശ്രീമദേസി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. ജയ് ശ്രീല പ്രഭുപാദ്. ഭഗവത്ഗീത 7:28 ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: പൂർവജന്മങ്ങളിൽ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർക്കും സർവവിധ പാപഫലങ്ങളും നിർമാർജനം ചെയ്ത് ദ്വന്ദ്വവ്യാമോഹങ്ങളിൽ നിന്ന് വിമുക്തരായവർക്കും മാത്രമേ ദൃഢനിശ്ചയത്തോടെ എൻ്റെ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഏകത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുകയുള്ളൂ. പാണ്ഡവർ ഈ ജന്മത്തിലും പൂർവജന്മത്തിലും സദാ പരമമായ ധർമ്മ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു പോന്നിരുന്നതിനാൽ അവർ എല്ലാവിധ പാപഫലങ്ങളിൽ നിന്നും എപ്പോഴും വിമുക്തരായിരുന്നു. ആയതിനാൽ പരമദിവ്യോത്തമ പുരുഷന്റെ പാതാരവിന്ദങ്ങളിൽ അവർ ഏകത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തികച്ചും ഉചിതമാകുന്നു. ശ്രീ പാപഫലങ്ങൾ മോക്ഷങ്ങൾ സ്വീകരിക്കുന്നു. മുകളിൽ പ്രസ്താവിച്ച 4 തത്വങ്ങളാൽ ദൂഷിതരായ വ്യക്തികൾ ആത്മീയ ആകാശത്തിലെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ എളുപ്പം സ്വീകരിക്കുകയില്ല. വൈകുണ്ഠ ലോകം ആത്മീയ ലോകത്തിന് അതിവിദൂരമായി സ്ഥിതി ചെയ്യുന്നു. ഭൗതിക ലോകം ദുർഗാദേവിയുടെ അഥവാ ഭഗവാന്റെ ഭൗതിക ശക്തിയുടെ അധീനം. അതേസമയം വൈകുണ്ഠ ലോകം ഭഗവാന്റെ സ്വകീയ ശക്തിയാലാണ് പരിപാലിക്കപ്പെടുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇവിടെ പറയുന്നു, അങ്ങനെ പാണ്ഡവരെല്ലാവരും എല്ലാം ഉപേക്ഷിച്ച്
അവർ പോകുന്നു. ഇവിടെ പറയുന്നു അവർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വീണ്ടും പറയുവാണ്, മനസാ ധാരയാം ആസുർ വൈകുണ്ഠ ചരണാംബുജം. അതായത് അവർ ധ്യാനിക്കാൻ പോകുന്നു, ധ്യാനിക്കുന്നു. എന്താണ് ധ്യാനിക്കുന്നത്? പരമദിവ്യത്വം പുരുഷൻ ഭഗവാനെ, വൈകുണ്ഠത്തിലുള്ള അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിലുള്ള ആ ഭഗവാനെയാണ് അവർ ധ്യാനിക്കുന്നത്. പരമദിവ്യത്വം പുരുഷൻ ഭഗവാനെ. ശീലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, അങ്ങനെ ഭഗവത് തൃപാദങ്ങളിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ധ്യാനം സാധിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അനർത്ഥങ്ങളും നശിക്കുമ്പോഴാണ്. അനർത്ഥങ്ങൾ ഉള്ളിടത്തോളം കാലം നമുക്ക് പൂർണ്ണമായിട്ടും ആ ഫുള്ളായിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മുടെ അവസ്ഥ നോക്കിയാൽ തന്നെ അറിയാം, മിക്കവാറും നമ്മുടെ ധ്യാനം അല്ലെങ്കിൽ നമ്മൾ ജപം ശരിയാവില്ല. പല കാരണങ്ങളും ഉണ്ടാവും, പല ചിന്തകളും വരുന്നു. ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ, ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ചിന്തകൾ നമുക്ക് വരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് അനർത്ഥങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം കിടക്കുവാണ്. അപ്പോൾ ആ ഒരു ജപം ശരിയായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നു, ഇവരെല്ലാവരും, പാണ്ഡവരെല്ലാവരും ആ ഒരു സ്റ്റേജിലല്ല. അവരെല്ലാം എല്ലാവിധ അനർത്ഥങ്ങളും അവർ ഹൃദയത്തിൽ നിന്ന് നശിച്ചിരുന്നു, ഓൾറെഡി പോയിട്ടുണ്ട്. അവർ പരിശുദ്ധരാണ്. അങ്ങനെയുള്ളവർക്കാണ് ഭഗവാന്റെ തൃപാദങ്ങളെ സ്മരിക്കുവാൻ അല്ലെങ്കിൽ ധ്യാനിക്കുവാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നീട് പറയുന്നു, ശില വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറിൻ്റെ ആ ഒരു അഭിപ്രായം ഇവിടെ പറയുന്നുണ്ട്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ എന്ന് പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് ആരായിരിക്കും? അതായത് അനർത്ഥങ്ങളെല്ലാം ഹൃദയത്തിൽ നിന്ന് പോവാത്ത ആളുകൾ, ഇപ്പോഴും അനർത്ഥങ്ങൾ ഉള്ള ആളുകളായിരിക്കും ധർമാർത്ഥ, കാമ, മോക്ഷ ഈ പറയുന്ന പുരുഷാർത്ഥങ്ങളുടെ പുറകിൽ പോകുന്നത്. എന്നാൽ അതിൽ നിന്ന് പുറത്തു വന്ന ആളുകൾ, അവർക്ക് വേറെ ഒന്നുമില്ല, ഭഗവാനെ മാത്രമേ അവർ ധ്യാനിക്കുന്നുള്ളൂ. അവർക്കത് സാധിക്കുകയും ചെയ്യും. മറ്റുള്ളവർക്കത് സാധിക്കില്ല. കാര്യം എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ അനർത്ഥങ്ങളുണ്ട്, കണ്ടാമിനേഷനുണ്ട്. എന്നാൽ പുറത്തു വന്ന ആൾക്കാർ, ഇവിടെ പാണ്ഡവരെല്ലാവരും അവർ ധ്യാനിക്കുന്നത് ഭഗവാനെയാണ്. പിന്നീട് പ്രഭുപാദ് പറയുന്നു, വൈകുണ്ഠത്തെയും അതേപോലെ ഇവിടെ ഭൗതിക ലോകത്തെയും വ്യത്യാസം എന്താണെന്ന് പറയുന്നുണ്ട്. ഭൗതിക ലോകം മാനേജ് ചെയ്യുന്നത് ആരാണ്? ദുർഗാദേവിയാണ്. ഭഗവാന്റെ ശക്തി തന്നെ, പക്ഷേ ഭഗവാന്റെ ബഹിരാംഗ ശക്തിയാണ്. എന്നാൽ വൈകുണ്ഠ ലോകങ്ങളെല്ലാം ഭഗവാൻ നേരിട്ടാണ് അദ്ദേഹം അത് മാനേജ് ചെയ്യുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ ആന്തരിക ശക്തിയിലാണ് ആധ്യാത്മിക ലോകങ്ങളെല്ലാം ഉള്ളത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ നിർത്താം. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം.